നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐഫോൺ 11 Pro. കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കംപ്ലൈൻറ്റ്. ഒന്നെന്ന് പറയുമ്പം ഇതിൻ്റെ നെറ്റ്വർക്ക് സെക്ഷൻസ് കാര്യങ്ങൾ കിട്ടുന്നില്ല, അതായത് IMEI നമ്പറും വരുന്നില്ല, വൈഫൈ കിട്ടുന്നില്ല, ബ്ലൂടൂത്ത് കിട്ടുന്നില്ല, അങ്ങനത്തെ കംപ്ലൈൻറ്റ്. രണ്ടെന്ന് പറയുമ്പോൾ ബാക്ക് ഗ്ലാസ് ഫുള്ള് പൊട്ടിക്ക്, ഇത് മാറ്റി. ഈ കംപ്ലയിൻസ് ആണ് നമുക്ക് തീർക്കാനുള്ളത്. ഇത് കംപ്ലയിൻറ്റ് എങ്ങനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കയ്യിൽ നിന്ന് വീണ്ടും വണ്ടി കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് ഒന്നും പൊട്ടിക്കില്ല. പക്ഷേ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ ചെറിയൊരു പൊട്ടലുണ്ട്, അത് ചെറുങ്ങനെ ഒരു ലൈന് വരുന്നുണ്ട് ഇടക്ക്. എല്ലാ സമയത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഗ്ലാസും ശരിയാക്കണം, ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കണം. ഇത് സംഭവം എന്താ പറ്റിയെന്നുണ്ടെങ്കിൽ വണ്ടി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ബോർഡിൻ്റെ ലെയർ തമ്മിലുള്ളൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഇതെന്തായാലും സാൻഡ്വിച്ച് ബോർഡായതിനെ കൊണ്ട് നമ്മളിത് പ്രീ ഹീറ്ററിൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നോക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അപ്പർ ബോർഡ്, മുകളിലുള്ള ബോർഡിൽ ഇതിൻ്റെ ഒരുപാട് കണക്ഷൻസ് മിസ്സിങ് ഉണ്ട്. എല്ലാ കണക്ഷൻസ് മിസ്സിങ് മീൻസ് ഇത് ആ വീണ വീഴ്ചയിൽ പ്രിൻ്റ് അങ്ങോട്ട് പോയി. പ്രിൻ്റ് ഇടുക എന്ന് പറയുമ്പം ഇതിൻ്റെ ഓരോ, അതായത് ഒരുപാട് പ്രിൻ്റ്, ഏകദേശം ഒരു 16 പ്രിൻ്റ് അങ്ങനെ പോയിട്ടുണ്ട്. ഓരോ പ്രിൻറ്റിൻ്റെ മുകളിൽ പോയതൊക്കെ നെറ്റ്വർക്കിൻ്റെ സെക്ഷനിലാണ്. ഓരോ പ്രിൻ്റ് ഇതുപോലെ ജമ്പർ അടിച്ച് ചുരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ റീബോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഇത് ഒന്നാമത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ക്യാമറ, ഞാൻ അന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, എൻ്റെ ക്യാമറ അടിച്ചു പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മറ്റേ ഒരു സെക്ഷനിൽ എന്താ പറയുക, ഞാനൊരു ഭാഗത്ത് നിന്ന് നോക്കുന്നത് മറ്റേ, അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ രണ്ട് സ്ഥലം ഉണ്ടാവുമല്ലോ, ഒരു സൈഡിൽ കൂടെ ഞാൻ നോക്കുന്നതും വേറൊരു സൈഡിൽ കൂടെ മറ്റേ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇടക്കും തലക്കും ഇങ്ങനെ ഇതാകുന്നത്. ഇതിപ്പോൾ എന്തായാലും ഫുള്ള് ചുരുട്ടിയൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ച് എന്നതിന് ഷൂ കെട്ടി ചുരണ്ടിയിരിക്കും. അപ്പോൾ ഇതാണ് വീഡിയോ എടുക്കുന്ന സംഭവം. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തത്, അതായത് ഒരു സൈഡിൽ ഒരുത്തം വീഡിയോ എടുക്കുന്നത്, മറ്റേ സൈഡിൽ ഞാൻ ചെയ്യുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചിടങ്ങാറുണ്ട്. ഇത് വീഡിയോ എടുക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോൾ എന്തായാലും അങ്ങനെ ഫുള്ള് റീവോളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് എന്നതിന് ശേഷം സാധനം നോക്കി നോക്കുന്ന സമയത്ത് നെറ്റ്വർക്ക്, വൈഫൈ എല്ലാ സാധനവും വന്നിട്ടുണ്ട്. എല്ലാ സാധനവും ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മണി കഴിഞ്ഞാൽ അത് നെറ്റ്വർക്ക് റെഡിയാക്കാനും ബ്ലൂടൂത്ത്, വൈഫൈ കാര്യങ്ങൾ, IMEI നമ്പറൊക്കെ വന്നു. കാരണം അത്രയും നെറ്റ്വർക്കിൻ്റെ സെക്ഷനിലുള്ള സാധനങ്ങൾ പോയത് കൊണ്ട് അതൊക്കെ ഫുള്ള് സെറ്റാക്കി അതിൻ്റെ ഉള്ളിലത്തെ കണക്ഷൻസ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ അത് റെഡി. ഇനി അടുത്ത് ബാക്ക് ഗ്ലാസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ബോർഡ്, ക്യാമറ, ഫ്ലാഷ് ലൈറ്റിൻ്റെ സ്ട്രിപ്പ്, ഇനി മറ്റേ ഫ്രണ്ട് ക്യാമറ സ്ട്രിപ്പ്, ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം ഹീറ്റ് അടിച്ചിട്ട് ചെയ്യണം. ഈ ലേസർ കട്ടിൻ്റെ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ ഒരു സേഫിന് വേണ്ടി, ലേസർ കട്ടിൻ്റെ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സേഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ സാധനങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഒരു 280 ആ ഒരു ഹീറ്റിൽ, ഒരു 70-60 ഹീറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനത്തിൻ്റെ ബാക്ക് ഗ്ലാസ് ഇതേപോലെ മെല്ലെ 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 ചുരണ്ടി ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി. മെയിനായിട്ട് ഗ്ലാസ് യൂസ് ചെയ്യുക ഈ സാധനം ചെയ്യും. ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് യൂസ് ചെയ്യില്ല, എന്നെ കണ്ണ് തെറിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിരിക്കേ. അപ്പോൾ ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ എടുക്കുക, ഓരോന്നിങ്ങനെ മടന്നി എടുക്കുക. ഇത് വയർലെസ് ചാർജിങ്ങിൻ്റെ ഒക്കെ എടുത്തിരുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിക്കണേ. പിടിച്ച് മടന്നിട്ടുണ്ടെങ്കിൽ വയർലെസ് ചാർജർ പൊട്ടും. പിന്നെ വയർലെസ് ചാർജർ കണക്ഷൻ ഇട്ട് കൊടുക്കാനും പിടിക്കാനൊക്കെ കുറച്ച് ഇടങ്ങാറാണ്. ഇതിപ്പോൾ എന്തായാലും ഞാൻ ഓരോ ഭാഗത്തും മെല്ലെ ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ ചുരണ്ടി എടുത്തതാണ്. നമ്മൾ ഈ ഹീറ്റ് ഇങ്ങനെ ഇട്ട് ഇത് അത്യാവശ്യം നല്ല പൊട്ടിയത് കൊണ്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. തീരെ പൊട്ടാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മറ്റേ ടിക്കോ അങ്ങനത്തെ ഒരു പേരുണ്ട്, നമ്മൾ ഗ്ലാസ് പൊട്ടിക്കുന്നത്. ആ സാധനം വെച്ചിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ ക്യാമറൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് കുടുങ്ങിപ്പോവും. അതൊക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞാലേ മര്യാദയ്ക്ക് കിട്ടുള്ളൂ. എന്നതിന് ശേഷം ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം കറക്റ്റ് പക്കയാക്കിയിട്ട് ക്ലീൻ ചെയ്യണം. എന്നാലേ നമ്മൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു തരി ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഗ്ലാസ് വെക്കുമ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ഫുള്ള് ഉരച്ച് ഫുള്ള് സെറ്റാക്കി ക്ലീൻ ചെയ്യുക. അങ്ങനെ ഇതിപ്പോൾ എന്തായാലും ഫുള്ള് ക്ലീനായി എല്ലാ സാധനം ഫുള്ള് മാറ്റി ഫുള്ള് ചുരണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അയച്ച് വെച്ച സാധനങ്ങളൊക്കെ തിരിച്ച് ഫിക്സ് ചെയ്യണം. അതിൻ്റെ മുമ്പ് ഞാൻ നോക്കി നോക്കുമ്പോൾ ഇതിൻ്റെ പാനൽ പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, ഓൾറെഡി അവിടെയാണ് നമുക്ക് ഡിസ്പ്ലേക്ക് ചെറിയൊരു ഡാമേജ്. ഇത് വണ്ടിയിൽ നിന്ന് വീണിട്ട് വണ്ടി കയറിയപ്പം ആ ഭാഗത്ത് പൊട്ടിപ്പോയി. അപ്പോൾ കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ പുതിയ പാനൽ വാങ്ങിക്കാനുള്ള ക്യാഷും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ മുകളിൽ തന്നെ സൂപ്പർ ഗ്ലൂ, ഗമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് ആ പാനൽ ഫുള്ള് സെറ്റാക്കി വെച്ച് ഒരു ദിവസം ഫുൾ ഒട്ടിക്കാനൊക്കെ വെച്ചതിന് ശേഷം സൂപ്പർ ഗ്ലൂ ഇട്ട് വേറെ MCയിലൊക്കെ ഇട്ട് എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിക്സ് ചെയ്ത് എല്ലാം ഡിസ്പ്ലേയും ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കിൽ ഗമ്മും ഇട്ട് ബാക്ക് ഗ്ലാസ് അങ്ങ് ഒട്ടിച്ച്, ബാക്ക് ഗ്ലാസ് ഫുള്ള് ഫിറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഗ്ലാസ് അങ്ങനെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഫുള്ള് ഒട്ടിച്ച് ഫുള്ള് സെറ്റാക്കി എല്ലാ കാര്യങ്ങളും ഫുള്ളൊക്കെ, നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഡിസ്പ്ലേൻ്റെ ചെറിയൊരു ബ്ലിങ്ക് ഇടയ്ക്ക് വരുന്നുണ്ട് എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെന്തായാലും ഫുള്ള് സാധനം ഓക്കെ, ഫുള്ള് സെറ്റായി. ഇതുപോലെ ആയിരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്പറുണ്ട്. ഇത് ഫുള്ള് ചെയ്തപ്പോൾ ഞാനും ഹാപ്പിയായി, കസ്റ്റമറും ഹാപ്പിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.